നവോത്ഥാനമായി ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് ഈ പഴയ ആശയം തിരിച്ചു കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തർക്കുൽ മുവാലാത്ത് എന്ന പഴകിപ്പുളിച്ച ആശയം വീണ്ടും സമസ്തയിലേക്ക് കൊണ്ടുവരാനും മുജാഹിദുകളുമായി ബന്ധപ്പെടുന്നത്, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്, അവരോട് സലാം ചൊല്ലുന്നത്, അവർ സലാം ചൊല്ലിയാൽ മടക്കുന്നത്, അതൊന്നും ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചില മുഫ്തിമാർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം നേടിയെടുത്ത ഐക്യത്തിന്റെ വ്യത്യസ്തമായ ആശയങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് ഈ സമുദായത്തിൽ. വ്യത്യസ്തമായ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരുണ്ട് ഈ സമുദായത്തിൽ. എന്നാൽ ഈ സമുദായത്തിനൊരു ഐക്യമുണ്ട്, ഈ സമുദായത്തിനൊരു യോജിപ്പുണ്ട്. ആ ഐക്യവും യോജിപ്പും തകർത്ത് കളയുന്ന തരത്തിൽ വീണ്ടും ഭിന്നിപ്പിന്റെയും ഛിദ്രതയുടെയും സന്ദേശവുമായി മുക്കം ഫൈസിയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമുദായ രാഷ്ട്രീയം തകർക്കുക എന്നതാണ് ഈ ആളുകളുടെ ലക്ഷ്യം. സമുദായത്തിന്റെ രാഷ്ട്രീയ ബോധം തകർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇസ്ലാഹി കേരളത്തിന്റെ പ്രവർത്തനത്തിലൂടെ നവോത്ഥാനത്തിന് മുന്നിൽ നടന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെ ഈ സമുദായം നേടിയെടുത്ത ഒരൈക്യവും ഈ സമുദായം നേടിയെടുത്ത ഒരു രാഷ്ട്രീയ ബോധവുമുണ്ട്. അത് തച്ച് തകർത്തെങ്കിൽ മാത്രമേ ഇവിടെ തങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പുതിയ തർക്കുൽ മുവാലാത്തിന്റെ സന്ദേശങ്ങളുമായി കടന്നു വരാൻ ശ്രമിക്കുന്നത്.